നമുക്കറിയാം ഓണം അടുത്തു വരുന്നു. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ പല സ്കൂളുകളിലും അതോടൊപ്പം മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ സംഘടിപ്പിച്ചു വരികയാണ്. അത്തരത്തിൽ ആ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ചു വരുന്ന സമയത്താണ് ഒരു സ്കൂളിലെ ഒരു അധ്യാപികയുടെ ഒരു വോയിസ് സന്ദേശം പുറത്തു വരുന്നത്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട ഒരു വോയിസ് ആയിരുന്നു അത്. ആ അധ്യാപിക അതിൽ പറയുകയാണ്, നിങ്ങൾ ഓണത്തിൻ്റെ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കരുത്, അത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം വലിയ വിവാദമായി. പിന്നെ അവർക്കെതിരെ കേസ് വരെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അധ്യാപികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ വാർത്തയാക്കി. ആ ഓരോ വാർത്തകൾക്ക് താഴെ സ്വാഭാവികമെന്നോണം ആ അധ്യാപികയ്ക്കെതിരെയും അതോടൊപ്പം ആ അധ്യാപികയുടെ മതമായ ഇസ്ലാമിനെതിരെയുമൊക്കെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ ആ ഒരു പ്രസരിപ്പ് കാണുമ്പോൾ, ആ വാർത്ത കൊടുക്കാനുള്ള ആവേശം കാണുമ്പോൾ, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഇത്തരമൊരു പ്രസ്താവന നടത്തിയതുപോലെയാണ് എന്നാണ്. ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ഇത്തരം ഓണാഘോഷത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ മാത്രമല്ല, നിരവധി പള്ളിയിലച്ചന്മാർ, ക്രൈസ്തവ സഭയിലെ ഒരുപാട് പുരോഹിതന്മാർ ഓണം ആഘോഷിക്കരുത്, ഓണമെന്ന് പറയുന്നത് പൈശാചിക പരിപാടിയാണ്, ഓണം ആഘോഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ കടക്കില്ല എന്നടക്കമുള്ള, അതായത് ഈ ഒരു അധ്യാപിക നടത്തിയ പ്രസ്താവനയേക്കാൾ കടുത്ത ഭാഷയിൽ ഓണത്തെയും ഓണാഘോഷങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. പക്ഷെ ആ പള്ളിയിലച്ചന്മാരും പുരോഹിതന്മാരും നടത്തിയ ആ ഒരു പ്രസ്താവനയൊന്നും വലിയ ചർച്ചയായില്ല. കാരണം എന്താണ്? അവർ മുസ്ലിമീങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ. ആ പറഞ്ഞു വെച്ച വ്യക്തി, ആ ഒരു സ്ത്രീ, അവരുടെ വിശ്വാസം, അവരുടെ മതം അത് ഇസ്ലാം മതമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഓണമെന്ന് പറയുന്നത് കേരളത്തിലെ വലിയൊരു ആഘോഷമാണ്. കേരളത്തിൻ്റെ ഒരു ദേശീയ ഉത്സവം പോലെ അല്ലെങ്കിൽ വലിയ ഔദ്യോഗിക ഉത്സവം പോലെ കാണുന്ന ഒന്നാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഓണമെന്ന് പറയുന്നത് അതൊരു ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരാഘോഷം കൂടിയാണ് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കണം. ഓണവും അവരുടെ വിശ്വാസവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ബുദ്ധി ഉണ്ടാക്കണ്ടേ? എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. നിശ്ചലത്തോടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമസ്കന്ധമാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും, ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മ ദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. ശ്രോണ എന്നതിന് പറയാം. ശ്രോണയാണ് ഈ ഓണായത്. അതായത് ഓണാഘോഷവും ഹിന്ദുമത വിശ്വാസവും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത് പറയുന്നത് മറ്റാരുമല്ല, ഹിന്ദു വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിയ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു പൂജാരി എന്നൊക്കെ പറയാം. അദ്ദേഹമാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കാം. ശ്രോണ എന്നുള്ളത് സംസ്കൃതത്തിൽ ശ്രോണ എന്നാ പറയും. മലയാളത്തിൽ ഓണാവേ നമ്മൾ ശ്രാദ്ധം എന്ന് പറയാറുണ്ടോ? ഇല്ല, നമുക്ക് ചാത്തല്ലേ ഉള്ളൂ. പിണ്ടം ഇല്ല, പിണ്ണം. ശൃംഖല ഇല്ല, ചങ്ങലേ ഉള്ളൂ. സംഘാടം ഇല്ല, ചങ്ങാടേ ഉള്ളൂ. എല്ലാം നമുക്ക് അങ്ങനെയാണ്. വാക്കുകളൊക്കെ നമ്മൾ ദുഷ്പിച്ചിട്ടാ മലയാളത്തിൽ എടുക്കുക. അപ്പൊ അതിന് ഈ ശ്രോണയാണ് എന്തായത്? ഓണം ആയത്. അപ്പൊ ഈ സാധാരണഗതിയിൽ ഭഗവാൻ ശ്രോണ എന്ന് പറയും, ശ്രീ ചേർത്ത് പറയേ. ഈ ശ്രീ എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ തിരുനമാറ്. ശ്രീപാദം എന്നുള്ള സംസ്കൃത വാക്കിന്റെ നേരെ മലയാളം തർജ്ജമയാണ് തിരുവടി. ഉണ്ട് തിരുവടിയുടെ കാരുണ്യമുണ്ട് എന്നാങ്കിൽ തിരുവടി എന്ന് പറഞ്ഞാൽ തൃപ്പാദം എന്നാണ്. തിരുവടി ശ്രീപാദം എന്നുള്ളതിന്റെ മലയാളമാണ്. അപ്പൊ ഈ ശ്രീ എന്നുള്ളതിന് തിരു എന്നാ പറയാ. അപ്പൊ ശ്രീ ശോണ ഓണം അല്ലെ? ശ്രീ തിരു ഓണം തിരു ഇങ്ങനെയാണ് തിരുവോണം എന്നുണ്ടായി. ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തില് അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, വിശിഷ്ട മുഹൂർത്തം. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ ഈ അരിമാവുകൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ മണ്ണോണ്ടാണ് പതിവ്. മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചമ്പരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഉള്ളതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാരമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും. ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. കേട്ടില്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഒരു അധ്യാപിക ഓണമെന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതിന് ആ ഒരു അധ്യാപികയെ തീവ്രവാദിയെന്നും താലിബാനിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ്
വളരെയധികം രൂക്ഷമായിക്കൊണ്ട് ചീത്ത വിളിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യത്തിന് എന്തു മറുപടിയാണ് പറയാനുള്ളത്? ഇനി നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്പീക്കറായിട്ടുള്ള നിയമസഭാ സ്പീക്കറായിട്ടുള്ള എൻ ഷംസീർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതുകൂടി ഒന്ന് കേൾപ്പിക്കാം. ഓണം വരുമ്പം ഓണം കേരളീയന്റെ ദേശീയ ആഘോഷമാണെങ്കിലും അത് മുഖ്യമായും കൊണ്ട് ആചരിക്കുന്നത് ഹിന്ദു മതവിശ്വാസികൾ, അവരാണ് ക്ഷണിക്കുക. കണ്ടില്ലേ, ദേശീയ ഉത്സവമാണെങ്കിലും അത് ഏറ്റവും കൂടുതലും ആഘോഷിക്കുന്നത് ഹിന്ദു സഹോദരങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓണമെന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസമാണ്, അത് ആഘോഷിക്കരുത് എന്നതാണല്ലോ അധ്യാപിക ചെയ്ത മറ്റൊരു തെറ്റ്. ഇനി ഓണമെന്ന് പറയുന്നത് അത് ഒരു പൈശാചികതയുടെ ആഘോഷമാണ്, പിശാചിന്റെ ആഘോഷമാണ് എന്ന് പറഞ്ഞ ഒരു പള്ളിയിലച്ഛന്റെ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. അപ്പൊ ഓണാഘോഷത്തിന്റെ ചൈതന്യം മുഴുവനും ഒരു പൈശാചിക അരുവിയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ് എന്ന് ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ ആ ഒരു വിശ്വാസം പുരാണം അനുസരിച്ച് വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കി കുടിക്കുന്നു, കൊടുക്കുന്നു, ഓണസദ്യ ഉണ്ടാക്കി കഴിക്കുന്നു, ആഘോഷിക്കുന്നു, ഭാവിയെ സ്വീകരിക്കാൻ വേണ്ടി ആഘോഷങ്ങൾ ഒഴുകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ ആ തമ്പുരാനുള്ള അതിനുള്ള വില എന്താണ്? എന്തോ ഒരു വലിയ എതിർ മേഖലയിലേക്കുള്ള കടന്നുപോകലാണ് അതുവഴിയാണ് നമ്മൾ ചെയ്യുന്നത്. പൈശാചികമായി ആരംഭിക്കുന്നത് തുറന്നു കൊടുക്കുന്ന അനുഭവം അല്ല ഉണ്ടാകുന്നത്. ലോകത്തിന്റെ അധികാരിയുടെ, ലോകത്തിന്റെ വഴിയുടെ രീതിയാണ്, ലോകത്തിന്റെ പ്രമാണ ശൈലിയാണത്, അത് സാത്താന്റെ ശൈലിയാണ്. അത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ഒരു ആഘോഷം. അപ്പൊ നമ്മൾ ഈ നന്മയുടേതാണെന്ന് തോന്നിപ്പിക്കുന്നതായ ഈ ആഘോഷവും സന്തോഷവും കൂട്ടായും യഥാർത്ഥത്തിൽ അത് ഒരുപാട് പൈശാചിക ആഘോഷം അനുബന്ധമായിട്ട് കറന്നു കിടക്കുന്ന ലോകത്തിൽ കാണുകയാണ്. കാരണം അസുരനെ ഒരു പൈശാചിക വ്യക്തിത്വത്തെ സ്വീകരിക്കാൻ ആഘോഷത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള നന്മയുടെ കുറെ കാര്യങ്ങളുണ്ട്. കൂട്ടായ്മയുണ്ട്, സന്തോഷമുണ്ട്, ആഘോഷമുണ്ട്. യഥാർത്ഥത്തിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ കാണാൻ പറ്റും, ഓണം ഉരണം എന്നൊക്കെ പറയുന്നതിന് പറ്റി എന്ത് നന്മയാ ഉള്ളത്? നമുക്കുള്ള ഇല്ലാത്തത് പോലും കടമെടുത്ത് വിറ്റ് തുളച്ചിട്ട് ഒരു ചാപ്പാട് കഴിച്ചിട്ട് ആഘോഷിച്ച് നാളെ എന്നാ ചെയ്യും? അങ്ങനെയുള്ള ഒരു ആഘോഷത്തിലേക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ഒരു വ്യക്തിക്ക് സാധിക്കുന്ന കാര്യമല്ല, സ്വീകാര്യമായ ഒരു പാതയല്ലത്. യഥാർത്ഥമായ സൗഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെ അല്ല വരേണ്ടത്. അങ്ങനത്തെ ഒരു ഭാഗ്യം മാത്രം ഒരു ആഘോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ലൗകികമായ രീതിയാണ്. ഇനി ഓണം ആഘോഷിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കടക്കില്ല, സ്വർഗത്തിൽ പ്രവേശിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ മറ്റൊരു പള്ളിയിലച്ഛന്റെ ഒരു വീഡിയോ കാണിക്കാം. ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് കൊണ്ടുകൊടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതരെ, ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനമൊപ്പ്. ഇനി ക്രിസ്ത്യാനികളെല്ലാവരും ഓണത്തിൽ നിന്നും വിട്ടുനിൽക്കണം, ഒരു കാരണവശാലും ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ മറ്റൊരു പള്ളിയിലച്ഛന്റെ മറ്റൊരു വീഡിയോ കാണിക്കാം. സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണാഘോഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടതാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കല്ലേ, അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ. ഒത്തിരി ഉന്നതമായ പ്രത്യാശ നമുക്കുള്ളത്. സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഇറങ്ങി വരും. അതിറങ്ങി കാണാൻ വരുന്നൊന്നുമല്ല, നമ്മളെ കൂടെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ. നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് പാതാളത്തിൽ പോകാൻ വേണ്ട. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കാർക്കും പാതാളത്തിൽ പോകണ്ട. ഞങ്ങളുടെ യാതൊരു താല്പര്യമില്ല. പോയവരും ചവിട്ടിത്താക്കിയവരും ഒക്കെ നിങ്ങളുടേതാണ്, ദൈവസമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവരുടെ ഓണം പരിപാടി അവർക്ക് കൊടുത്തേക്കാം. നമുക്ക് വേണ്ട. നീ നമുക്കുണ്ടല്ലോ ഇഷ്ടം പോലെ ആഘോഷങ്ങൾ. നമുക്ക് ഈശോയുടെ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ലേ, ഈശോയുടെ ഉയർപ്പ് ആഘോഷിക്കുന്നില്ല. നമ്മൾ തകർപ്പൻ ആഘോഷങ്ങളുള്ളവരല്ലേ. അപ്പൊ അതൊന്നും നോക്കി നമ്മൾ ഈ പാതാളത്തിലേക്ക് പോയവരെ ഓർത്ത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് അതിലൊക്കെ മാറ്റം വരുത്താം. എനിക്കൊന്ന് പിതാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് മക്കൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കണം. ഇനി മേലാൽ ഈ പാതാളത്തിലേക്ക് പോയവരുടെയും പാതാളത്തിലേക്ക് ചവിട്ടി താട്ടിയവരുടെയും ഒന്നും ആഘോഷങ്ങൾ നമ്മുടെ ആഘോഷമല്ല എന്ന് ചങ്കുറപ്പോടെ പറയാനായിട്ട് പിതാക്കന്മാര് ഉണർന്നെഴുന്നേൽക്കണമെന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. ഇനി ക്രിസ്ത്യാനികൾ എന്തിനു ഓണം ആഘോഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ രൂക്ഷമായി വിമർശിച്ച മറ്റൊരു ഫാദറിന്റെ ഒരു വീഡിയോ കൂടി കാണിക്കാം. യേശുവും ക്രൈസ്തവ വിശ്വാസവും മാവേലിയും ഓണവുമായിട്ട് എന്തെങ്കിലും പൊരുത്തമുണ്ടോ, ബന്ധമുണ്ടോ? അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പിന്തിരിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസം എവിടെ പോയി? എവിടെയാണ് ഇത് ചെന്ന് എത്തിച്ചേരുന്നത്? ഇതിനെക്കുറിച്ച് ആത്മീയ നേതാക്കന്മാർ വളരെയധികം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ക്രൈസ്തവ മണ്ഡലങ്ങളിലുള്ള യുവജന സംഘടനകൾക്ക് വേറെ പണിയില്ല. യുവജനങ്ങൾക്ക് എന്തെങ്കിലും പണി വേണം. മാവേലിയെങ്കിൽ മാവേലി, അസുരനെങ്കിൽ അസുരൻ, പിശാചെങ്കിൽ പിശാച്, അവന്റെ പേരിലെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ആഘോഷിക്കാമല്ലോ, ഒരു പണി പരിപാടി നടത്താമല്ലോ. ഇതിന്റെ പുറകെ പോകുന്നത് നമ്മൾ എന്തിനാണ്? സത്യവിശ്വാസികൾ ഇതിന്റെ പുറകെ പോകുന്നത്. വർഷത്തിലൊരിക്കൽ പാതാളത്തിൽ നിന്ന് കയറി വരുന്നവനെ നമ്മൾ ഈ പൂവിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടെ പാതാളത്തിലോട്ട് പോയവനെ സ്വീകരിക്കാൻ വിശ്വാസികളെല്ലാം മത്സരിക്കുക പൂവിട്ട്. ഇത് പൂർണ്ണമായും ഹൈന്ദവരുടെ ഒരു ആഘോഷമാണ്. ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു അധ്യാപിക നടത്തിയ ഒരു പ്രസ്താവനയെക്കാളും രൂക്ഷമായ ഭാഷയിൽ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെയും ഹിന്ദുക്കളെയും വരെ കളിയാക്കിക്കൊണ്ടുള്ള ഇത്തരം പ്രസ്താവനകൾ നടത്തിയ ഇത്തരം പള്ളിയിലച്ഛന്മാരെക്കുറിച്ച് കേരളത്തിൽ എവിടെയെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് മിണ്ടിയിട്ടുണ്ടോ? ഇവർക്കെതിരെ ആരെങ്കിലും കേസെടുത്തിട്ടുണ്ടോ?
കേസെടുക്കാൻ നട്ടെല്ലുണ്ടായിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് മിണ്ടാൻ, പ്രതികരിക്കാൻ കേരളത്തിലെ സംഘികളും ക്രിസംഘികളും എവിടെയായിരുന്നു? ഇവിടെയാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാകണം. അല്ലാതെ ഹിന്ദുവിനും ക്രൈസ്തവനും മുസൽമാനും വേറെ വേറെ നിയമമല്ല. എല്ലാവർക്കും ഒരേ നിയമം. അതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നിയമം. ഈ പള്ളിയിലച്ചന്മാർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ചർച്ച ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും തന്നെ വലിയ തിടുക്കം കാട്ടിയില്ല. കാരണം അവരുടെ മതമെന്ന് പറയുന്നത് ഇസ്ലാം മതമല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഇസ്ലാം മതമായിരുന്നെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അടക്കം നിരവധി തവണ ചർച്ച ചെയ്ത് അവരെ സമൂഹത്തിന് മുന്നിൽ കുത്തിവലിക്കാനുള്ള ചർച്ചകൾ, വിഷയങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തേനെ.